മേക്ക് സ്റ്റിക്കി ഡിസിഷൻ ദാറ്റ് യു വിൽ നെവർ റിപ്പീറ്റ് ദാറ്റ് ബിഫോർ സേയിങ് സോറി. സോറി പറയുന്നതിന് മുമ്പ് ഇനി ഒരിക്കലും അത് ആവർത്തിക്കില്ല എന്ന ഉറച്ച തീരുമാനം എടുക്കുക. പലപ്പോഴും റിലേഷൻഷിപ്പിൽ കാണാറുള്ളതാണ്. ഒരു ഇഷ്യൂ ഉണ്ടായി, സോറി പറഞ്ഞ് പിന്നീട് അതേ ഫോർമാറ്റിലുള്ള പ്രശ്നം തന്നെ വീണ്ടും ഉണ്ടാകുമ്പോൾ ഒരു കുസലുമില്ലാതെ വന്ന് അറിയാതെ പറ്റിയതാ സോറി പറഞ്ഞു പോകുന്ന ചില പാർട്ട്നേഴ്സ്. നിങ്ങൾ ആ കൂട്ടത്തിൽ പെടാതിരിക്കുക കേട്ടോ. ഒരിക്കൽ തെറ്റുപറ്റി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ക്ഷമാപണം ചോദിക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ടും ഇനി മേല എൻ്റെ പാർട്ട്ണറിനെ എൻ്റെ ഈ ഒരു പ്രവൃത്തി വഴി അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു സംസാരം വഴി വേദനിപ്പിക്കില്ല, വിഷമിപ്പിക്കില്ല എന്ന് ഉറച്ച് തീരുമാനം എടുത്തിട്ട് സോറി പറയാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങളുടെ ഈ പ്രവൃത്തി വിഷമമുണ്ടാക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സംസാരം വിഷമമുണ്ടാക്കും എന്നറിഞ്ഞിട്ടും നിങ്ങൾ അത് ആവർത്തിക്കുന്നതും പിന്നീട് ഒരു കൂസലില്ലാതെ വന്ന് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അല്ലെങ്കിൽ ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള മട്ടിൽ സോറി ചോദിക്കുന്നതും നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങളോടുള്ള വിശ്വാസം നഷ്ടപ്പെടാനായിട്ട് കാരണമാക്കും. ഇന്ന് വന്ന് സോറി പറഞ്ഞു നാളെ ഇത് തന്നെ ആവർത്തിക്കും എന്ന് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചൊരു ചിന്ത തോന്നിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ആയുസ് കൂട്ടാനായിട്ട് ഇടയാക്കില്ല. കാരണം ഒരു റിലേഷൻഷിപ്പിൽ ആദ്യം വേണ്ടതാണ് പരസ്പര വിശ്വാസം. അപ്പോൾ നിങ്ങളുടെ ഈ പ്രവൃത്തി വഴി നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോടുള്ള വിശ്വാസം പോയി കഴിഞ്ഞാൽ പിന്നെ വല്ല കാര്യമുണ്ടോ? വിശ്വാസം പോയാൽ പിന്നെ റിലേഷൻഷിപ്പ് പോയി എന്നർത്ഥം. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ആ ബന്ധം അവസാനിക്കും. വിശ്വാസമില്ലാതെ നമുക്ക് തുടരാനൊന്നും പറ്റില്ലെന്നേ. അത് എവിടെയായാലും അത് ഏത് തരം റിലേഷൻ ആയാലും. സോറി പറയുന്നതിന് മുന്നേ നിങ്ങൾ നിർബന്ധമായി ഉറപ്പിച്ചിരിക്കണം ഇനി മേല നിങ്ങളത് ആവർത്തിക്കില്ല എന്നുള്ളത്. നമ്മളെന്തിനാ സോറി പറയണേ? നമ്മുടെ സംസാരമോ പ്രവൃത്തിയോ പെരുമാറ്റ രീതിയോ എന്തെങ്കിലും വഴി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിന് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഖേദിക്കുന്ന രീതിയാണ് സോറി പറയുന്നത്. ഇതേ കാര്യം തന്നെ വീണ്ടും നമ്മൾ സോറി പറയുമ്പോൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്തെന്ന് മനസ്സിലാക്കുക. നമ്മളെ വേദനിപ്പിക്കുന്നെന്ന് അറിഞ്ഞിട്ടും നിങ്ങളത് ആവർത്തിക്കുന്നുണ്ടല്ലോ. ഒരിക്കൽ നിങ്ങൾ സോറി പറഞ്ഞ് സോൾവ് ആക്കിയ കാര്യം വീണ്ടും ഒരു കുസലില്ലാതെ നിങ്ങൾ ആവർത്തിച്ച് സോറി പറഞ്ഞ് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് പോകുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിന് പിന്നെ എന്താ തോന്നുക? നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഇമോഷൻസിനെയോ വിഷമത്തെയോ ബോദർ ചെയ്യുന്നില്ല. അത് തന്നെയല്ല അതിൻ്റെ അർത്ഥം. ഇനി മുതൽ ഈ കാര്യം നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അത് നിങ്ങളുടെ പാർട്ട്ണറും തമ്മിലുള്ള വിശ്വാസം കൂട്ടാനായിട്ട് സഹായിക്കും. നിങ്ങളുടെ പാർട്ട്ണറിനെ വേദനിപ്പിക്കുന്ന ഒന്നും നിങ്ങൾ ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം നിങ്ങളുടെ പാർട്ട്ണറിൽ അത് കൊണ്ടുവരും.